കേരളത്തിലെ നഗരമേഖലകളിലും നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും വരെ വ്യാപിച്ചു കിടക്കുന്ന ലൈംഗിക അരാജകത്വം പരമ്പരാഗത സ്നേഹബന്ധങ്ങളിൽ നിന്നകന്ന് പുതുതലമുറ വൈകൃതമായ ജീവിതം ആസ്വദിക്കുകയാണ്. എല്ലാ ധാർമ്മിക മൂല്യങ്ങളും ഉപേക്ഷിച്ച് സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവർ, പ്രണയബന്ധത്തിനപ്പുറം ലൈംഗികതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവർ, ഒരേ വർഗത്തിലുള്ള മനുഷ്യരുമായി ഒന്നിച്ച് ജീവിക്കുന്നവർ, ഒന്നിലധികം പങ്കാളികൾ, ഭാര്യ ഉപയോഗിച്ചുള്ള പെൺവാണിഭം, യാതൊരു മടിയും കൂടാതെയുള്ള ഗർഭചിത്രങ്ങൾ, പാശ്ചാത്യ രീതികൾ കണ്ണടച്ച് അനുകൂലിക്കാൻ ശ്രമിക്കുന്ന ഈ തലമുറയുടെ ജീവിത കാഴ്ചപ്പാടുകളും മാറുകയാണ്. പത്തനംതിട്ട കോയിപ്പുറത്തെ ദമ്പതികൾ ഉൾപ്പെട്ട ഹണി ട്രാപ്പ് കേസ് ലൈംഗിക അരാജകത്വം തുറന്നു കാട്ടുന്നതാണ്. സൈക്കോ ദമ്പതികൾ കൂടുതൽ പേരെ ഇരകളാക്കിയോ എന്നതിലും പോലീസിന് സംശയം. ഹണി ട്രാപ്പ് കേസിന് പിന്നിൽ പണം തട്ടുക എന്നതിനപ്പുറം ആഭിചാര കർമ്മങ്ങൾക്കും പങ്കുണ്ടോ? ഇതോടൊപ്പം ഗേ സെക്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡേറ്റിംഗ് ആപ്പുകളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തുവരുന്നു. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഇത് ലൈംഗിക അരാജകത്വത്തിൻ്റെ പുതിയ കഥയാണ്. സ്വന്തം ഭാര്യയുടെ അവിഹിത ബന്ധങ്ങളെപ്പോലും ബ്ലാക്ക്മെയിലിങ്ങിനായി ഉപയോഗിക്കുന്ന പുതിയ തലമുറ. പത്തനംതിട്ട കോയിപ്പുറത്തെ ഹണി ട്രാപ്പ് കേസിന് പിന്നിൽ പണം തട്ടുക മാത്രമായിരുന്നില്ല പ്രതികളുടെ ലക്ഷ്യം. ചോദ്യം ചെയ്യലിനിടെ ജയേഷും ഭാര്യ രശ്മിയും ആംഗ്യഭാഷയിൽ സംസാരിച്ചത് എന്താകാം? ആഭിചാര പ്രവർത്തനവും ഈ കേസും തമ്മിൽ ബന്ധമുണ്ടോ? പോലീസിൻ്റെ അന്വേഷണത്തിൽ ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചെന്നാണ് സൂചന. കേസിൽ കൂടുതൽ ഇരകളുണ്ടെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം. മുഖ്യപ്രതി ജയേഷിൻ്റെ ഫോണിലെ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക. പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. 2016 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് ജയേഷ്. ആലപ്പുഴ സ്വദേശിയായ 19-കാരൻ, റാന്നി സ്വദേശിയായ 30-കാരൻ എന്നിവർക്ക് പുറമെ കൂടുതൽ പേരെ ജയേഷും ഭാര്യ രശ്മിയും മർദ്ദനത്തിനിരയാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് 2 പേരുടെ പരാതി കൂടി നിലവിൽ പോലീസിന് മുന്നിലെത്തി. 2 പേരും സമാന രീതിയിൽ കോയിപ്പുറത്തെ വീട്ടിൽ വെച്ച് അതിക്രൂര മർദ്ദനത്തിന് ഇരയായോ എന്ന സംശയവും പോലീസിനുണ്ട്. എന്നാൽ പരാതിക്കാർ പോലീസിനോട് മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. അറസ്റ്റിലായ രശ്മിയുടെ ഫോണിൽ നിന്നും 5 വീഡിയോ ക്ലിപ്പുകൾ ആറന്മുള പോലീസ് വീണ്ടെടുത്തിരുന്നു. അതിൽ നിന്നാണ് 2 യുവാക്കളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടിയത്. മുഖ്യപ്രതിയായ ജയേഷിന്റെ ഫോണിൽ ഒരു രഹസ്യ ഫോൾഡർ ഉണ്ട്. അതിലെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ അന്വേഷണ സംഘം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഫോണിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും കൂടുതൽ ഇരകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ കേസിൽ കൂടുതൽ നടപടികളുണ്ടാകും. സാമ്പത്തിക ലാഭത്തിനായുള്ള ഹണി ട്രാപ്പിനപ്പുറം ആഭിചാരം, അവിഹിതം തുടങ്ങിയ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഭാര്യ രശ്മിയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ സുഹൃത്തുക്കളെ വീട്ടിൽ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തിയാണ് ജയേഷ് മർദ്ദിച്ചതെന്നാണ് സൂചന. കൂടുതൽ സംശയങ്ങൾ നീക്കാൻ പരാതിക്കാരായ യുവാക്കളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോയിപ്പുറം പോലീസ് ഉടൻ അപേക്ഷ നൽകും. വിശദമായ ചോദ്യം ചെയ്യലും ശാസ്ത്രീയ അന്വേഷണവും നടത്തിയെങ്കിൽ മാത്രമേ കേസിലെ ദുരൂഹത നീക്കാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് 18 പത്തനംതിട്ട. കേരളത്തിലെ പുതിയ തലമുറയുടെ ലൈംഗിക താല്പര്യങ്ങൾ പോലും മാറുകയാണ്. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങൾ പോലെ ഒരേ വർഗത്തിലുള്ള മനുഷ്യർ തമ്മിലുള്ള ലൈംഗികതയിലും ആസ്വാദനം കണ്ടെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതേക്കുറിച്ച് പരസ്യമായി പറയാനും അവർക്ക് മടിയില്ല. ഇത്തരം ലൈംഗിക ബന്ധങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ ആപ്പുകൾ വരെയുണ്ട്. ഗേ സെക്സിനായി ഡേറ്റിംഗ് ആപ്പിലൂടെ ഇടപാട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും ചൂഷണത്തിന് ഇരകളാകുന്നു. കാസർഗോഡ് ചന്തേരയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ 14 പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് ഡേറ്റിംഗ് ആപ്പ് ഇടപാടിലൂടെ എന്ന് സംശയം.
സർക്കാർ ഉദ്യോഗസ്ഥനും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുമൊക്കെ പ്രതിപ്പട്ടികയിലുണ്ട്. ഗേ ഡേറ്റിംഗ് ആപ്പ് പ്രതികളിൽ ചിലർ ഉപയോഗിച്ചതായാണ് സൂചന. സംഭവത്തിൽ വ്യാപകമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. 6 പേർ ചന്ദേര പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പലപ്പോഴായി പലയിടങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് സ്കൂൾ വിദ്യാർത്ഥിയായ കുട്ടിയുടെ പരാതി. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലുള്ള 14 പേരാണ് കുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ 8 പ്രതികളിൽ 6 പേർ കസ്റ്റഡിയിലുണ്ട്. നീലേശ്വരം, ചീമേനി സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 2 വീതമാണ് പ്രതികൾ. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലേക്കും കേസ് മാറ്റിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ, പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പട്ടികയിലുണ്ട്. പീഡനക്കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഇതിൽ പലരും ഒളിവിലാണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിനായി ചന്ദേര CI കെ പ്രശാന്ത്, വെള്ളരിക്കുണ്ട് CI KP സതീഷ്, ചീമേനി CI മുകുന്ദൻ, നീലേശ്വരം CI എന്നിവരെ ഉൾപ്പെടുത്തി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഗേ ഡേറ്റിംഗ് ആപ്പും പ്രതികളിൽ ചിലർ ഉപയോഗിച്ചിരുന്നതായാണ് സൂചന. ഇതുവഴി കുട്ടിയുടെ വിവരങ്ങൾ കൈമാറിയിരുന്നതായും പോലീസ് സംശയിക്കുന്നു. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഒരു ഹായ് മെസ്സേജിൽ തുടക്കം, പിന്നെ പരിചയപ്പെടൽ, ചിത്രങ്ങൾ അയച്ചു കൊടുത്ത സൗഹൃദം, വലയിലായെന്ന് ഉറപ്പായാൽ നഗ്ന ചിത്രങ്ങൾ ചോദിച്ചു വാങ്ങും, പിന്നാലെ ഭീഷണിയിലൂടെ പണം തട്ടലും. ഇതാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ പിടിയിലായ ടാറ്റു ബിബിന്റെ രീതി. സ്നാപ്ചാറ്റിൽ 15-കാരിയുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിലാണ് കൊല്ലം സ്വദേശി ബിബിൻ പിടിയിലായത്. പെൺകുട്ടികളെ വലയിലാക്കാനായി തൻ്റെ വിവിധ തരത്തിലുള്ള ആകർഷകമായ ചിത്രങ്ങളും ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങൾ അരിച്ചുപെറുക്കി സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടെത്തും. പിന്നെ ഒരു ഹായ് മെസ്സേജിൽ തുടക്കം. പരിചയപ്പെടൽ സൗഹൃദമായി വളരുന്നതോടെ ചിത്രങ്ങൾ അയച്ചുകൊടുത്ത് അടുപ്പം വർദ്ധിപ്പിക്കും. ആദ്യം നന്നായി സംസാരിക്കും, പിന്നെ ലൈംഗിക ആവശ്യം അറിയിക്കും. നഗ്ന ചിത്രങ്ങൾ അയച്ചു തരാൻ ആവശ്യപ്പെടും. പിന്നീട് ഫോട്ടോ വെച്ച് വിലപേശും. എറണാകുളത്ത് ടാറ്റു ആർട്ടിസ്റ്റായ കൊല്ലം പടയണിപ്പാറ സ്വദേശി ബിബിന്റെ രീതി ഇങ്ങനെയായിരുന്നു. കേരളത്തിൽ പലയിടത്തായി നിരവധി പെൺകുട്ടികൾ ബിബിന്റെ വലയിൽപ്പെട്ടതായാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. തന്നെ തിരിച്ചറിയാതിരിക്കാൻ സാങ്കേതികവിദ്യയുടെ എല്ലാ പഴുതും പ്രതി പ്രയോഗിച്ചെങ്കിലും സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ഇയാളെ വലയിലാക്കുകയായിരുന്നു. പാലക്കാടുള്ള പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിലാണ് ബിപിൻ പിടിയിലായത്. പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ നിരവധി പേർക്ക് അയച്ചുകൊടുത്ത് ഇയാൾ പണം വാങ്ങിയെന്ന് പോലീസ് കണ്ടെത്തി. സ്നാപ്ചാറ്റ് വഴി പരിചയം സ്ഥാപിച്ചാണ് പ്രതി നഗ്നചിത്രങ്ങൾ കൈക്കലാക്കിയത്. പിന്നീട് ഈ ദൃശ്യങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുകയായിരുന്നു. പെൺകുട്ടിയും ഇയാളും ഒരിക്കലും നേരിൽ കണ്ടിരുന്നില്ല. സമാന രീതിയിൽ കോഴിക്കോട് തേഞ്ഞിപ്പലത്തും പ്രതിക്കെതിരെ കേസ് നിലവിലുണ്ട്. ശരീരത്തിൽ ടാറ്റു പതിക്കുന്ന ജോലി ചെയ്യുന്ന ബിപിൻ കോസ്മെറ്റിക് സയൻസിൽ ബിരുദത്തിന് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പെൺകുട്ടികളെ വലയിലാക്കാനായി തന്റെ വിവിധ തരത്തിലുള്ള ആകർഷകമായ ചിത്രങ്ങളും ഇയാൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ബിപിന്റെ കൂടുതൽ ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 പാലക്കാട്.
കൗമാരക്കാരായ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തിയതായിരുന്നു 2002 തിരുവനന്തപുരം ചാലയിൽ 8ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവം. ആ കേസിൽ പ്രതി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷവും പെൺകുട്ടിയെ വേട്ടയാടി. കേരളമേറെ ചർച്ച ചെയ്ത ചാല പീഡന കേസിൽ മാതൃകാപരമാണ് പ്രതിക്ക് കോടതി വിധിച്ച ശിക്ഷ. ചാല സ്വദേശിയായ 20കാരന് 63 വർഷം കഠിന തടവാണ് തിരുവനന്തപുരം അതിവേഗ കോടതി വിധിച്ചത്. അതായത് പ്രതി ഇനി വെളിച്ചം കാണുക 83ാമത്തെ വയസ്സിൽ. ഇതുപോലെ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്ക് ഈ ശിക്ഷാവിധി ഒരു താക്കീതാകണം. പതിനാലുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് തിരുവനന്തപുരം ചാല സ്വദേശിയായ പ്രതിക്ക് 63 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷവും 6 മാസവും കൂടുതൽ തടവ് അനുഭവിക്കേണ്ടി വരും. പിഴത്തുക കുട്ടിക്ക് നൽകണം. 2022 നവംബർ 9 വൈകിട്ട് 7ഓടെ ചാലയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന കുട്ടിയുമായി പ്രതി അടുപ്പത്തിലായിരുന്നു. സംഭവ ദിവസം പ്രതി കുട്ടിയെ വീടിനടുത്തുള്ള പൊളിഞ്ഞ മുറിയിൽ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. പീഡനത്തെ തുടർന്ന് കുട്ടി ഗർഭിണിയായി. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയപ്പോഴാണ് ഡോക്ടർ പോലീസിനെ വിവരമറിയിച്ചത്. തുടർന്ന് കുട്ടിയെ SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഗർഭഛിദ്രം നടത്തി. കുട്ടിക്ക് 14 വയസ്സായതിനാൽ സുരക്ഷ പരിഗണിച്ച് ഡോക്ടർമാർ കൂടിയാലോചിച്ചാണ് ഗർഭഛിദ്രം നടത്തിയത്. ഗർഭഛിദ്രം നടത്തിയപ്പോൾ കിട്ടിയ ഭ്രൂണവും പ്രതിയുടെയും കുട്ടിയുടെയും രക്തസാമ്പിളുകളും DNA പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനയിൽ ഭ്രൂണം പ്രതിയുടെ കുട്ടിയുടേതാണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിരുന്നു. ഈ സംഭവത്തിന് പുറമെ പ്രതിക്ക് പ്രായപൂർത്തിയാകും മുൻപും കുട്ടിയെ പീഡിപ്പിച്ചതിന് ജുവനൈൽ കോടതിയിലും ഒരു കേസുണ്ട്. കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം പ്രതി വീണ്ടും കുട്ടിയെ ബലം പ്രയോഗിച്ച് മണക്കാടുള്ള ഒരൊഴിഞ്ഞ വീട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയി കേസ് കൊടുത്തതിന് മർദ്ദിക്കുകയും തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിന്റെ വിചാരണ ഇതേ കോടതിയിൽ പുരോഗമിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ഓഫൻസ് നടന്ന കുറ്റകൃത്യം നടന്ന 2022-ലാണ്. അതിന് മുമ്പും പീഡനം നടത്തിയിട്ടുണ്ട്. ആ പീഡനം നടത്തിയ കേസ് ആ സംഭവങ്ങളെല്ലാം പ്രതി മൈനറായിരുന്നു. ഇതേ കുട്ടിയെ പീഡിപ്പിച്ചുള്ള അതെല്ലാം മൈനറായിരുന്നപ്പോഴാണെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് സ്പ്ലിറ്റ് ചെയ്ത് നേരെ ജൂനിയർ കോടതിയിലോട്ടും ഇതേ പ്രതിയുടെ ഒരു കേസ് ജൂനിയർ കോടതിയിലോട്ട് മാറ്റി. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ ആദ്യം പ്രതി ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം ഈ പ്രതി വീണ്ടും ഈ കുട്ടിയെ ചെന്ന് കാണുകയും കുട്ടിയെ ഭീഷണിപ്പെടുത്തി വീണ്ടും കമലേശ്വരത്തുള്ള ഒരു വീട്ടിലോട്ട് കൊണ്ടുപോവുകയും അവിടെ വെച്ച് കുട്ടിയെ ഭീകരമായി ആദ്യം കേസ് കൊടുത്തതിന് കുട്ടിയെ ഭീകരമായിട്ട് മർദ്ദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മർദ്ദിക്കുകയും അതോടൊപ്പം പീഡിപ്പിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയ് മോഹൻ ഹാജരായി. ഫോർട്ട് CI K രാകേഷാണ് കേസിന്റെ അന്വേഷണം നടത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഞാൻ വരാമെന്ന് വാട്സാപ്പിൽ ഒറ്റ വരി സ്റ്റാറ്റസ്. രാവിലെ 9 മണിക്ക് സ്റ്റാറ്റസ് ഇട്ട ശേഷം കാസർഗോഡ് കരിന്തളത്തെ സവിത എന്തിനാകും ആത്മഹത്യ ചെയ്തത്? വടക്കേ പുലിയന്നൂർ സ്വദേശി വിജയന്റെ ഭാര്യ സവിത ജീവനൊടുക്കിയ സംഭവം പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ഭർത്താവ് ജോലിക്കും മകൻ കോളേജിലേക്കും പോയ സമയത്താണ് വീട്ടമ്മയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തീയും പുകയും ഉയരുന്നത് കണ്ട് അയൽക്കാരെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ആത്മഹത്യയ്ക്ക് പിന്നിൽ ദാമ്പത്യ പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കരിന്തളം വടക്കേ പുലിയന്നൂരിലാണ് വീട്ടമ്മ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിച്ചത്. വിജയന്റെ ഭാര്യ സവിതയാണ് ജീവനൊടുക്കിയത്. ഭർത്താവ് ജോലിക്കും മകൻ കോളേജിലേക്കും പോയ സമയത്തായിരുന്നു ആത്മഹത്യ. ഇവരുടെ മകളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞിരുന്നു. ചീമേനിയിലെ ഒരു കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു സവിത. തിങ്കളാഴ്ച രാവിലെ 10ഓടെ
വീട്ടിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ട് അയൽക്കാരെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ഉടൻ തന്നെ വെള്ളമൊഴിച്ച് തീ കെടുത്തി. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. രാവിലെ 9 മണിയോടെ സവിത വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ഞാൻ വരാമെന്നായിരുന്നു സ്റ്റാറ്റസ്. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിന്റെ കാരണമെന്തെന്നത് വ്യക്തമല്ല. നീലേശ്വരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. 2002 കേരള രാഷ്ട്രീയത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് അന്ന് വനം മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാർക്കെതിരായ ലൈംഗിക അതിക്രമ കേസ്. ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് നേരെയുള്ള അതിക്രമത്തിന് പിന്നാലെ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥയും പരാതിയുമായി രംഗത്ത് വരുന്നു. 1999 ഫെബ്രുവരി 27-ന് IFS ഉദ്യോഗസ്ഥയെ കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ക്രൈംബ്രാഞ്ചിനായിരുന്നു അന്വേഷണ ചുമതല. അതിലൊരു കേസിൽ നീലലോഹിതദാസൻ നാടാരെ കോടതി വെറുതെ വിട്ടതാണ്. IFS ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി അദ്ദേഹത്തെ 1 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. ആ കേസിലും നീലലോഹിതദാസൻ നാടാരെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രി നീലലോഹിതദാസൻ നാടാരെ വെറുതെ വിട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ്. നീലലോഹിതദാസൻ നാടാർക്ക് ആശ്വാസമാകുന്ന വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. വനംവകുപ്പ് മുൻ ചീഫ് കൺസർവേറ്റർ പ്രകൃതി ശ്രീവാസ്തവ നൽകിയ ലൈംഗികാതിക്രമ പരാതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. കേസിൽ നീലലോഹിതദാസൻ നാടാരെ നേരത്തെ തന്നെ കോഴിക്കോട് കോടതി 1 വർഷം ശിക്ഷ വിധിച്ചിരുന്നു. അതായത് ലഘു തടവിന് വിധിച്ചിരുന്നു. അതേസമയം അതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ കോടതിയെ അതിന് 3 മാസമായി ആ ശിക്ഷാവിധി ചുരുക്കിയിരുന്നു. അതിനെതിരെ നൽകിയിട്ടുള്ള റിവിഷൻ ഹർജിയിലാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധിയുണ്ടായിരിക്കുന്നത്. നീലലോഹിതദാസൻ നായരെ വെറുതെ വിട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. 1999-ലാണ് അന്നത്തെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന പ്രകൃതി ശ്രീവാസ്തവ നീലലോഹിതദാസൻ നായർക്കെതിരെ പരാതി നൽകിയിരുന്നത്. ആ പരാതിയിൽ 2000-ലാണ് കോഴിക്കോട് കോടതി ഈ നീലലോഹിതദാസൻ നാടാരെ ശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അതിനുശേഷമാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി അത് 3 മാസമായി ചുരുക്കുകയും തുടർന്ന് ഹൈക്കോടതി ആ വിധി തള്ളിക്കളയുന്ന അതല്ലെങ്കിൽ വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു റീൽസ് ചിത്രീകരിക്കാൻ എന്ത് സാഹസികതയും കാട്ടും. സോഷ്യൽ മീഡിയയിൽ താരമാകാൻ ഇപ്പോഴത്തെ പിള്ളേർ പല അപകടങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ റീൽസ് ചിത്രീകരണത്തിനായി ചാവക്കാട് കടപ്പുറത്തെ ലൈറ്റ് ഹൗസിന് മുകളിൽ കയറിയ യുവാക്കളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി ഗുണ്ട് പൊട്ടിച്ച യുവാവിൻ്റെ കൈപ്പത്തി തകർന്നു. സംഭവത്തിൽ 5 പേർക്കെതിരെ കേസെടുത്ത ചാവക്കാട് പോലീസ് 4 പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. സ്ഫോടനത്തിൽ പരിക്കേറ്റ മണത്തല സ്വദേശി സൽമാൻ ഫാരിസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കിയ സംഭവം. മണത്തല ബേബി റോഡ് ആലുങ്ങൽ വീട്ടിൽ സൽമാൻ ഫാരിസാണ് ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി ഗുണ്ടു പൊട്ടിച്ചത്. സ്ഫോടനത്തിൽ വലത് കൈപ്പത്തി തകർന്ന ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊട്ടാപ്പ് ലൈറ്റ് ഹൗസ് സന്ദർശിക്കാനാണ് സൽമാൻ ഫാരിസ് ഉൾപ്പെട്ട സംഘം മുകളിൽ കയറിയത്. ഇതിനിടയിൽ യുവാവ് കയ്യിൽ കരുതിയിരുന്ന ഗുണ്ട് പൊട്ടിക്കുകയായിരുന്നു. റീൽസ് ചിത്രീകരിക്കാനാണ് ഗുണ്ട് കയ്യിൽ കരുതിയിരുന്നത്.
ലൈറ്റ് ഹൌസിന് മുകളിൽ നിന്നും ഉഗ്ര ശബ്ദം കേട്ടതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. തുടർന്നാണ് യുവാവിനെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇവരിൽ സൽമാൻ ഒഴികെയുള്ള 4 പേർ കസ്റ്റഡിയിലാണ്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി ചാവക്കാട് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. പൊതുനിരത്തിൽ ഒരു അപകടമുണ്ടായാൽ വാഹനം നിർത്താതെ പോകരുതെന്ന് നിർദ്ദേശം നൽകുന്നവരാണ് പോലീസുകാർ. ഇങ്ങനെ നിയമം നടപ്പാക്കേണ്ട പോലീസുകാർ തന്നെ നിയമം ലംഘിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? തിരുവനന്തപുരം കിളിമാനൂരിൽ പാറശാല SHO അനിൽകുമാർ ഓടിച്ച കാറിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ച സംഭവം പോലീസിന് തീരാ കളങ്കമാണ്. അനിൽകുമാറിനെതിരെ കേസെടുത്തതിന് പിന്നാലെ അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ദക്ഷിണ മേഖല IG S ശ്യാംസുന്ദറാണ് നടപടിയെടുത്തത്. അനിൽകുമാർ നിലവിൽ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. ഈ മാസം 7-ന് പുലർച്ചെ കിളിമാനൂരിലായിരുന്നു അപകടം. കിളിമാനൂർ ചേണിക്കുഴി മേലെവിളക്കുന്നിൽ വീട്ടിൽ രാജനെയാണ് കാറിടിച്ചത്. കൂലിപ്പണിക്കാരനായ രാജൻ രാവിലെ ചായ കുടിക്കാൻ പോയപ്പോഴാണ് അപകടം. 59-കാരനായ ഇയാളെ ഇടിച്ചിട്ട ശേഷം കാർ നിർത്താതെ പോയി. പരിക്കേറ്റ് 1 മണിക്കൂറോളം റോഡിൽ കിടന്ന രാജനെ 6 മണിയോടെ പോലീസ് എത്തി ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചു. അജ്ഞാത വാഹനമെന്ന നിലയിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പാറശാല SHO P അനിൽകുമാറിന്റെ കാറാണ് ഇടിച്ചതെന്ന് വ്യക്തമായത്. കാർ ഓടിച്ചത് അനിൽകുമാറാണെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായതോടെ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. സംഭവത്തിൽ നടപടിക്ക് ശുപാർശ ചെയ്ത് റൂറൽ SP KS സുദർശൻ DIGക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു. DIG അജിത ബീഗം റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ദക്ഷിണ മേഖല IG S ശ്യാംസുന്ദറിന് കൈമാറിയതിനെ തുടർന്നാണ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. അപകടമുണ്ടായ ശേഷം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനോ പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിക്കാനോ അനിൽകുമാർ തയ്യാറായില്ല. കാറിടിച്ചയാൾ എഴുന്നേൽക്കുന്നത് കണ്ട് കുഴപ്പമില്ലെന്ന് ധരിച്ച് പോവുകയായിരുന്നെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ വാഹനത്തിനുണ്ടായ കേടുപാടുകൾ അറ്റകുറ്റപ്പണി നടത്തി തെളിവ് നശിപ്പിക്കാനും അനിൽകുമാർ ശ്രമിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു. നിലമേൽ കൈതോട് സ്വദേശിയാണ് അനിൽകുമാർ. ബംഗളൂരുവിൽ മറ്റൊരു കേസിൽ പ്രതിയെ അന്വേഷിച്ചു പോയ അനിൽകുമാർ ഞായറാഴ്ച രാവിലെ തിരിച്ചെത്തിയെങ്കിലും പാറശാല സ്റ്റേഷനിലോ SP ഓഫീസിലോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അനിൽകുമാർ നിലവിൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 പാറശാല. കൊടും കുറ്റവാളികളെ പോലെ KSU പ്രവർത്തകരെ കറുത്ത മുഖംമൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം ഏറെ വിവാദമായതാണ്. തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പ്രതികളെ മുഖംമൂടി ധരിപ്പിച്ചതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ ശക്തമായ പ്രതിഷേധമുയർന്നതോടെ വടക്കാഞ്ചേരി SHO ഷാജഹാനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഷാജഹാനെ നീക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നടന്നത്. SFI KSU സംഘടന കേസിൽ അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെയാണ് കൊടും കുറ്റവാളികളെ പോലെ കറുത്ത തുണി കൊണ്ട് തലമൂടിയും കൈവിലങ്ങണിയിച്ചും പോലീസ് കോടതിയിലെത്തിച്ചത്. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, ജില്ലാ കമ്മിറ്റി അംഗം അൽ അമീൻ, കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് അസ്ലം KK എന്നിവരെയാണ് മുഖംമൂടി ധരിപ്പിച്ചു കൊണ്ടുവന്നത്. പോലീസ് നടപടിയെ വിമർശിച്ച് മജിസ്ട്രേറ്റ് നസീബ് A അബ്ദുൾ റസാഖ് ഈ സംബന്ധിച്ച് വടക്കാഞ്ചേരി SHO ഷാജഹാനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത്. ഷാജഹാന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും കോടതി നിർദ്ദേശം നൽകിയതാണ്. പോലീസ് നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് ഷാജഹാനെ സ്ഥലം മാറ്റി ഉത്തരവിറങ്ങിയത്.
തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പ്രതികളെ മുഖംമൂടി ധരിപ്പിച്ചത് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ പരാതിക്കാരുടെ മൊഴി പ്രകാരം എഫ്ഐആറിൽ പേര് രേഖപ്പെടുത്തിയ അതേ പ്രതികളെ തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയത് എന്നതിനാൽ എന്ത് തിരിച്ചറിയലിലാണ് നടത്താനുള്ളതെന്ന കോടതി ചോദ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥന് വ്യക്തമായ മറുപടി നൽകാനായില്ല. കഴിഞ്ഞ മാസം 19-ന് വൈകിട്ട് മുള്ളൂർക്കരയിൽ നടന്ന അടിപിടിയെ തുടർന്നാണ് പോലീസ് KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. ന്യൂസ് 18 തൃശൂർ. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു മാസം ലക്ഷങ്ങൾ ശമ്പളം. ഇങ്ങനെയുള്ള പരസ്യം കണ്ടാൽ ചാടി വീഴാത്തവരുണ്ടോ? എങ്കിൽ സൂക്ഷിച്ചോ. പല തട്ടിപ്പ് സംഘങ്ങളും വിദേശ വിസ വാഗ്ദാനം ചെയ്ത് രംഗത്തുണ്ട്. ജർമ്മനിയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ തൃശൂർ ആണ് ഹോസ്ദുർഗ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 30ഓളം പേരിൽ നിന്നായി 60 ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെന്നാണ് പരാതി. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ബംഗളൂരുവിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു പ്രതിയെന്ന് പോലീസ് പറയുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വിസ വാഗ്ദാനം നൽകി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെയാണ് ഹോസ്ദുർഗ് പോലീസ് ബംഗളൂരുവിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. തൃശൂർ അഷ്ടമിച്ചിറ സ്വദേശി ഗൗതം കൃഷ്ണ PBയെയാണ് പോലീസ് പിടികൂടിയത്. ജർമ്മനിയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് വിസ നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് നിരവധി യുവാക്കളിൽ നിന്നും ഇയാൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായാണ് പരാതി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 30ഓളം പേരിൽ നിന്നുമായി 60 ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെടുക്കുകയും പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് കബളിപ്പിക്കുകയുമായിരുന്നു. പണം നൽകിയവർക്ക് കൃത്യമായ മറുപടി ലഭിക്കാതായതിനെ തുടർന്നാണ് പോലീസിൽ പരാതിയുമായി എത്തിയത്. ബംഗളൂരുവിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്ന പ്രതിയെ ജില്ലാ പോലീസ് മേധാവി BV വിജയബർഗ് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാഞ്ഞങ്ങാട് DYSP സുനിൽകുമാർ CKയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് വെസ്റ്റിക്കൽ സ്വദേശി വിജിലിന്റെ മരണത്തിൽ ദുരൂഹത ഒഴുകുകയാണോ? ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചെന്നും പുറത്തു പറയാൻ ഭയന്ന് മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയെന്നുമുള്ള പ്രതികളുടെ മൊഴി വിശ്വസനീയമാണോ? ചതുപ്പിൽ നിന്ന് കണ്ടെടുത്ത വിജിലിൻ്റെതെന്ന് കരുതുന്ന അസ്ഥികളിൽ മർദ്ദനമേറ്റതിൻ്റെ ക്ഷതങ്ങളോ ഒടിവുകളോ ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. അതേസമയം കേസിലെ 2ാം പ്രതി രഞ്ജിത്തിനെ കോടതി റിമാൻഡ് ചെയ്തു. പ്രതിക്കായി പോലീസ് ചൊവ്വാഴ്ച കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. തെലങ്കാനയിലെ കമ്പത്ത് ഒളിവിൽ കഴിഞ്ഞ രഞ്ജിത്തിനെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. ട്രാൻസിറ്റ് വാറന്റിനായി കമ്മം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഏലത്തൂരിലെത്തിച്ച ശേഷം കൊയിലാണ്ടി കോടതിയിൽ ഹാജരാക്കി. 2 ആഴ്ചത്തേക്കാണ് കോടതി ഇയാളെ റിമാൻഡ് ചെയ്തത്. പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് തീരുമാനം. സരോവരത്തെ ചതുപ്പിൽ നിന്നും കണ്ടെത്തിയ വിജിലിൻ്റെതെന്ന് കരുതുന്ന അസ്ഥികഷ്ണങ്ങളിൽ മർദ്ദനത്തിൻ്റെയോ ക്ഷതങ്ങളുടെയോ പാടുകളോ ഒടിവുകളോ ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. അസ്ഥികൾ DNA പരിശോധനയ്ക്ക് അയക്കും. 2 ഘട്ടമായി നടത്തിയ തെരച്ചിലിൽ 53 അസ്ഥിഭാഗങ്ങളാണ് ചതുപ്പിൽ നിന്നും കണ്ടെത്തിയത്. ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചുവെന്നും
പുറത്തു പറയാൻ ഭയന്ന് ചതിപ്പിൽ താഴ്ത്തിയെന്നുമായിരുന്നു നേരത്തെ പിടിയിലായ 2 പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത്. 2018 കേസിനാസ്പദമായ സംഭവം. വിജിലിന്റെ സുഹൃത്തുക്കളായിരുന്ന നിഖിൽ, ദീപേഷ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. വിജിൽ നാട് വിട്ടുപോയെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി വിജിലിന്റെ ബൈക്കും ഫോണും കല്ലായി റെയിൽവേ സ്റ്റേഷനടുത്ത് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ മുൻ കോൺഗ്രസ് നേതാവ് ആനാട് ശശി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബാങ്കിനും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കുടുംബം രംഗത്ത്. ക്യാൻസറാണ് ശശിയുടെ മരണകാരണമെന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണെന്ന് ഭാര്യ ഡോക്ടർ ലത ആരോപിച്ചു. ഇത് ശരിയല്ലെന്നും കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മുണ്ടേല സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണ് ശശി ജീവനൊടുക്കിയതെന്നുമാണ് പരാതി. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് കുടുംബത്തിൻ്റെ ആലോചന. ഒരമ്മയും മോളും ഒരു ഭാര്യയും മകളും ഉണ്ടെന്നുള്ളത് ഒരു നിമിഷം ചിന്തിക്കണ്ടേ? ആരായിരുന്നാലും ചോദിച്ച് മറുപടി പറഞ്ഞു വയ്യ. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഇതോ ലോകത്താർക്കും വരാത്തതോ അല്ല. അങ്ങനെ ഒരു രോഗം ഉണ്ടെങ്കിൽ അതിന് ചികിത്സയില്ലേ? കഴിഞ്ഞ മാസമാണ് ആനാട് ശശിയെ അമ്പലമുക്കിലെ വാടക വീടിന് സമീപം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ കെട്ടാതെ കബളിപ്പിക്കപ്പെട്ടതിൽ മനംനൊന്തായിരുന്നു ആത്മഹത്യ. എന്നാൽ ആനാട് ശശി ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്നും അതിന്റെ വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നും ചിലർ പ്രചരിപ്പിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. കോൺഗ്രസ് നേതാവും ആനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മനോരമ പ്രാദേശിക ലേഖകനുമായിരുന്നു ആനാട് ശശി. ഇങ്ങനെയുള്ളയൊരാളെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണം. തന്നെയും മകളെയും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തരുത്. നേതാക്കളുടെ പേര് എടുത്തു പറയുന്നില്ല. ബാങ്കിൽ നിന്ന് പണം കിട്ടാത്തതിനാലാണ് മനോവിഷമം മൂലം ആത്മഹത്യ ചെയ്തത്. ശശിക്ക് ക്യാൻസർ വന്നിട്ടില്ലെന്നും തങ്ങൾക്ക് കിട്ടാനുള്ള 1,67,00,000 രൂപ കിട്ടാനുള്ള നടപടിയെടുക്കണമെന്നും ഭാര്യ ലത ആവശ്യപ്പെട്ടു. ഈ പൈസ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഒരു ജീവിതത്തിന്റെ ഞങ്ങളുടെ ലളിതമായ ജീവിതവും ഞങ്ങളുടെ ആ രീതിയും കൊണ്ട് ഞങ്ങൾ സമ്പാദിച്ചതാണ്. ഞാനും എൻ്റെ ഭർത്താവും. ആ പൈസ തിരികെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അവിടെ ഒരു രാഷ്ട്രീയവും ആരും വയ്ക്കണ്ട. എല്ലാവരും കൂടെ കൂടിച്ചേർന്നാണെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ഇതും കൂടെ എനിക്ക് ചെയ്തു തരണം എൻ്റെ മോൾക്ക് വേണ്ടി. 50 വർഷത്തെ സമ്പാദ്യമാണ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരുന്നത്. അത് പൂർണ്ണമായും പോയി എന്നറിയുന്നത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. നെഞ്ചുപൊട്ടിയാണ് തന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തത്. എന്നിട്ടും അദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയാണെന്നും ഇനിയെങ്കിലും കുപ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഭാര്യ ലത ആവശ്യപ്പെട്ടു. കവടിയാർ കനകനഗറിലെ റീസർവേ ഓഫീസിന്റെ ഷെഡിലാണ് ഓഗസ്റ്റ് 4-ന് ശശിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘം ക്രമക്കേടിനെ തുടർന്ന് തകർന്നിരുന്നു. ഇതിനു പിന്നാലെ സംഘത്തിന്റെ പ്രസിഡന്റും ജീവനൊടുക്കിയിരുന്നു. ന്യൂസ് 18 നെടുമങ്ങാട്. കേരളത്തിലെ ആശുപത്രിക്കുള്ളിൽ ഒരു ഡോക്ടർ കൊല്ലപ്പെട്ട കേസ് ആരോഗ്യ പ്രവർത്തകരെ ഒന്നടങ്കം ആശങ്കപ്പെടുത്തിയ സംഭവമായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾ തുടരുകയാണ്. കോടതിയിൽ ഇപ്പോൾ സാക്ഷി വിസ്താരമാണ് പുരോഗമിക്കുന്നത്. വന്ദനയെ ആക്രമിക്കുന്നതിന് മുൻപ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പ്രതി വാട്സാപ്പിലൂടെ അയച്ച ദൃശ്യങ്ങൾ കണ്ടതായി സാക്ഷി മൊഴി നൽകി. പ്രതിയുടെ സമീപവാസിയായ ഷിജു നാരായണനാണ് കോടതിയിൽ മൊഴി നൽകിയത്. പ്രതി സന്ദീപ്
ആശുപത്രിയിൽ വെച്ച് തന്റെ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതായാണ് സാക്ഷിമൊഴിയിലൂടെ പുറത്തുവന്നത്. താനും പ്രതിയും അംഗങ്ങളായ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ദന ഉൾപ്പെടെ ഉള്ളവരുടെ ദൃശ്യങ്ങൾ കണ്ടതായാണ് ഷിജു നാരായണന്റെ മൊഴി. പ്രതി അയച്ച ദൃശ്യങ്ങളും കോടതിയിൽ പ്രദർശിപ്പിച്ചു. ദൃശ്യങ്ങൾ കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി PN വിനോദ് മുൻപാകെ സാക്ഷി തിരിച്ചറിഞ്ഞു. ആക്രമണത്തിൽ പരുക്കേറ്റ ഡോക്ടർ വന്ദനയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ച കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രി ഡോക്ടർമാരെയും വിസ്തരിച്ചു. ഡോക്ടർമാരായ നിതിൻ, വിനായക് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കേസിലെ മറ്റു സാക്ഷികളായ ഡോക്ടർ ശശികല, ഡോക്ടർ സുനിൽകുമാർ, ഡോക്ടർ ശ്രീകുമാർ, ഡോക്ടർ പ്രവീൺ എന്നിവരുടെയും സാക്ഷി വിസ്താരം പൂർത്തിയായി. തുടർ സാക്ഷി വിസ്താരം ഈ മാസം 30-ന് നടക്കും. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് G. പടിക്കൽ ഹാജരായി. ന്യൂസ് 18 കൊല്ലം. നമ്മുടെ വീട്ടിലും പരിസരത്തും പതിവായി മോഷണം നടന്നാൽ സാധാരണ എന്തായിരിക്കും ചെയ്യുക? പോലീസിനെ അറിയിക്കും. പിന്നാലെ കേസ് അന്വേഷണവും നടക്കും. എന്നാൽ പോലീസിന് പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടുകാർ തന്നെ കള്ളനെ പിടികൂടാൻ ചില ശ്രമങ്ങൾ നടത്താറുണ്ട്. കണ്ണൂർ കോറോത്തെ ഗോവിന്ദൻ്റെ പറമ്പിൽ നിന്ന് തേങ്ങയും അടക്കയും മോഷണം പോകുന്നത് പതിവായതോടെ അദ്ദേഹം സ്ഥലം മുഴുവൻ CCTV നിരീക്ഷണത്തിലാക്കി. എന്നാൽ CCTV വെച്ചത് അറിയാതെ വീണ്ടും മോഷ്ടിക്കാൻ കയറിയ അയൽവാസിക്ക് പിടിവീണു. വീട്ടിലെ ഷെഡിൽ സൂക്ഷിച്ച തേങ്ങയും അടക്കയും മോഷ്ടിച്ച കേസിൽ കാനായി സ്വദേശി തമ്പാനെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 6 ലക്ഷം രൂപ വിലമതിക്കുന്ന സാധനങ്ങൾ പ്രതി മോഷ്ടിച്ചെന്നാണ് പരാതി. തേങ്ങാമോഷണവും അടയ്ക്കാമോഷണവും തൊഴിലാക്കിയ വിരുദ്ധനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 5-ന് ഉച്ചയ്ക്കായിരുന്നു കേസിനാസ്പദമായ സംഭവം. കോറോം കാനായി നോർത്തിലെ കായ്പ്രത്ത് മീത്തലെ വീട്ടിൽ ഗോവിന്ദന്റെ പറമ്പിൽ നിന്ന് തേങ്ങയും അടക്കയും മോഷണം പോകുന്നത് പതിവായിരുന്നു. ഏറെ ശ്രമിച്ചിട്ടും കള്ളനെ പിടികൂടാൻ വീട്ടുടമയ്ക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ തന്റെ പറമ്പിന് ചുറ്റും CCTV സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഈ CCTVയിൽ പതിഞ്ഞ ദൃശ്യത്തിൽ നിന്നാണ് നാട്ടുകാരൻ തന്നെയായ തേങ്ങാ കള്ളനെ കണ്ടെത്താനായത്. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയ വീട്ടുടമ CCTV ദൃശ്യവും ഹാജരാക്കി. സംഭവശേഷം നാട്ടിൽ നിന്ന് മുങ്ങിയ തമ്പാനായുള്ള തെരച്ചിൽ തുടരുന്നതിനിടെയാണ് ഇയാൾ പോലീസ് പിടിയിലാവുന്നത്. രാത്രി മാത്രമല്ല പകൽ സമയങ്ങളിലും പ്രതി മോഷണം നടത്താറുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടെയായിരുന്നു പ്രതിയുടെ കുറ്റസമ്മതം. 4 മാസം മുൻപ് സമാനമായ മറ്റൊരു കേസിൽ തമ്പാൻ ജയിലിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. വീടുകളിലും വ്യാപാര കേന്ദ്രങ്ങളിലും മാത്രമല്ല സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും കവർച്ചയ്ക്കിറങ്ങുന്ന കള്ളന്മാരുണ്ട്. കൊല്ലം പുനലൂരിൽ സ്കൂളിലെ പാചകപ്പുരിയുടെ പൂട്ട് തകർത്താണ് മോഷണശ്രമം ഉണ്ടായത്. പുനലൂർ ഗവൺമെൻറ് LP സ്കൂളിൽ നിന്ന് പണമോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല. സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററിൻ്റെയും പൂട്ട് തകർത്തായി കണ്ടെത്തി. 2 സംഭവങ്ങളിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പുനലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ എത്തിയ ജീവനക്കാരാണ് പാചകപ്പുരയുടെ പൂട്ട് തകർന്ന് കിടക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ സ്കൂളിലെ ഹെഡ്മിസ്ട്രസിനെ വിവരം അറിയിച്ചു. ഹെഡ്മിസ്ട്രസാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലും പുനലൂർ പോലീസിലും അറിയിച്ചത്. പോലീസും സ്കൂൾ അധികൃതരും നടത്തിയ പരിശോധനയിൽ സ്കൂളിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെയും പൂട്ട് തകർത്തായി കണ്ടെത്തി. എന്നാൽ ഇവിടെ നിന്ന് പണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല. സാധനങ്ങൾ ഒന്നും പോയതായിട്ട് പ്രഥമ ദൃഷ്ട്യാ അറിയാൻ കഴിയുന്നില്ല. ഞങ്ങളോട് അതിനകത്ത് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
ബാക്കി അന്വേഷണങ്ങൾ പോലീസുകാർ തന്നെ വന്ന് ഒന്നുകൂടി നോക്കിയിട്ട് FIR ഇട്ട് നടത്തുമെന്നും അറിയിച്ചിട്ട് ഒരു പോയി. മോഷ്ടാവിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പുനലൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് വടകര വില്യാപ്പള്ളി ടൗണിൽ RJD പ്രവർത്തകന് വെട്ടേറ്റു. RJD വില്യാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മനക്കൽ താഴേക്കുനി MTK സുരേഷിനാണ് വെട്ടേറ്റത്. ലാലു എന്ന ശ്യാംലാലാണ് ആക്രമിച്ചത് എന്നാണ് വിവരം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. തൃശൂർ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ആശുപത്രിയിൽ പനി ബാധിച്ചു ചികിത്സയ്ക്കെത്തിയ യുവതിയെ ആശുപത്രി ജീവനക്കാരൻ ചമഞ്ഞ് പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട സ്വദേശി ഹരീഷിനെയാണ് പോലീസ് പിടികൂടിയത്. വിവാഹത്തിന് പ്രേരിപ്പിക്കാൻ 600 കിലോമീറ്റർ ദൂരം വാഹനമോടിച്ചെത്തിയ യുവതിയെ കാമുകൻ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ചു കൊന്നു. രാജസ്ഥാൻ ഝുൻഝുനു സ്വദേശി മുകേഷ് കുമാരിയെ കൊലപ്പെടുത്തിയ ബാർമർ സ്വദേശിയും സ്കൂൾ അധ്യാപകനുമായ മനാരാം അറസ്റ്റിൽ. കണ്ണൂർ സെൻട്രൽ ജയിൽ തടവ് പുള്ളികളുടെ പറുദീസയാണോ? ജയിലുകളിൽ അവർക്ക് VIP പരിഗണന ഉണ്ടെന്നാണ് ആക്ഷേപം. മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും ബീഡിയും പുകയിലോൽപ്പന്നങ്ങളും എത്തിക്കാനും സൗകര്യമുണ്ട്. പുറമെ നിന്ന് ജയിലിലേക്ക് ഇതൊക്കെ കൊണ്ടുവരാൻ പുറത്ത് ആളുകൾ സജ്ജമാണ്. ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചില ജയിൽ വാർഡന്മാർ കണ്ണടച്ചു കൊടുക്കും. കണ്ണൂർ കൊറ്റാളി സ്വദേശി മജീഫ് ജയിലിലേക്ക് ലഹരി എത്തിക്കുന്നതിലെ പ്രധാനിയാണ്. കഴിഞ്ഞ മാസം 24-ന് ജയിലിലേക്ക് സാധനങ്ങൾ കടത്താൻ ശ്രമിക്കുമ്പോൾ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് 2 പ്രതികൾ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. കേസിലെ മുഖ്യപ്രതി മജീഫും ഒടുവിൽ പിടിയിലായിരിക്കുന്നു. നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു. ആർക്കു വേണ്ടിയാണ് മൊബൈലും ലഹരി വസ്തുക്കളും എത്തിച്ചതെന്നും ഇതിനു പിന്നിൽ രാഷ്ട്രീയ പോലീസ് ഉന്നതരുടെ ഒത്താശ ഉണ്ടോ എന്നും അന്വേഷിക്കണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.